ബീഫ് ബിരിയാണി കൊള്ളാം. ഇടുമ്പോൾ തന്നെ നെയ്യിന്റെ സ്മെല്ലൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹായ്, ഇന്നൊരു സിക്ക് ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ എറണാകുളത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊന്ന് കറങ്ങിയിട്ട് വരാം. ബ്രോഡ്വേയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നേരെ റഹ്മാനിൽ കയറിയിട്ട് ഒരു ബീഫ് ബിരിയാണി ട്രൈ ചെയ്തിട്ട് പോവാം. നേരത്തെ വന്നപ്പോൾ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത്, ഈ പ്രാവശ്യം നമുക്ക് ബീഫ് ഒന്ന് ട്രൈ ചെയ്യാം. റഹ്മാനിയുടെ തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട്. പക്ഷെ അവിടുത്തെ പാർക്കിംഗ് എപ്പോൾ നോക്കിയാലും ഫുള്ളാണ്. ഇന്ന് ചൊവ്വാഴ്ച വന്നിട്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് ഏകദേശം 50 രൂപ ഉണ്ടായിരുന്നേ. കറക്റ്റ് 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയതുകൊണ്ട് അധികം ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ബിരിയാണി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ബീഫിന്റെ പീസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. 170 രൂപയാണ് ബീഫിന്റെ ഹാഫിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കശുവണ്ടി ആയാലും ഈ ഒരു കിസ്മിസ് ആയാലും അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും കഴിക്കുമ്പോൾ. പാർക്കിംഗ് ഫീസ് 50 അല്ല കേട്ടോ, 60 വരുന്നത്. നമ്മുടെ ഇവിടെ കാറായിട്ട് വരുമ്പോഴാണ് ഈ ടാസ്ക് കിട്ടുന്നത്. വണ്ടി ഇടാൻ നല്ല പണിയായിരിക്കും. ഇട്ടാൽ തന്നെ ഇത്രയും പാർക്കിംഗ് ഫീസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ആദ്യം തന്നെ ഈ ഗ്ലാസ് അങ്ങോട്ട് ഒരു മാറ്റാം. ഒന്നാമത്തെ പുറത്ത് മഴക്കാറാണ്, ഇതിൽ തന്നെ ഫുൾ ഡാർക്കിലായിരിക്കണേ. ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ബ്രോഡ്വേയുടെ അകത്തുള്ള ഈ ഒരു കാലിക്കറ്റ് ഹൽവ ആൻഡ് ബേക്കറിയിലാണ്. ഇവിടെ കുക്കീസും മിച്ചറും ലഡു സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. ഇവിടെ കാണുന്ന ഈ ഒരു വലിയ ഓവനിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പീസ് റേറ്റിൽ സാധനം കിട്ടും. പക്ഷേ കിലോയിലാണ് ആൾക്കാരെല്ലാം കൂടുതൽ വാങ്ങണേ. ആ റേറ്റിൽ വാങ്ങുമ്പോഴാണ് നമുക്ക് അധികം ലാഭം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടെ നേരെ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.